എല്ലാവർക്കും മിയാൽന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ ട്രിവാൻഡ്രം മണക്കാടുള്ള ബാംബൂവില്ലയാണ് നമ്മൾ ഇന്ന് സന്ദർശിച്ചിരിക്കുന്ന റെസ്റ്റോറൻറ്റ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. റെസ്റ്റോറൻറ്റിൻ്റെ ഡിസൈനെ പറ്റി നോക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് സ്പേസസ് ആണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കയറി വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹൗസ് ബോട്ടിൻ്റെ രീതിയിലുള്ള ഒരു സീറ്റിംഗ് സ്പേസസ് ആണ്. പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഏറുമാടത്തിൻ്റെ രീതിയിലുള്ളതുണ്ട്. അങ്ങനെ പലതരത്തിലുള്ളതാണ് അത് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വളരെയധികം വ്യത്യസ്തവും വളരെയധികം കൗതുകവും മാറുന്നൊരു കാഴ്ച കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് കണ്ടാലേ അതിൻ്റെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുകയുള്ളൂ. രാത്രിയിൽ ഇതിന് നമുക്ക് വേറൊരു അനുഭൂതിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു മെനു ഐറ്റംസിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉള്ളത് ഈ ആഫ്റ്റർ ഈവനിങ് ആണ്. അതെന്ന് പറയുന്നത് അൽഫാം, കാന്താരി ചിക്കൻ, സുന്ദരി ചിക്കൻ. അപ്പോൾ അതിൻ്റെ പേരുകൾ തന്നെ വളരെ വെറൈറ്റിയാണ്. പിന്നെ ഷവായി, തന്തൂര് അതെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ഈവനിങ് സമയത്തോടു കൂടിയാണ് അത് ആവുന്നത്. പിന്നെ രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പമൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് ബിരിയാണിയാണ്. ബിരിയാണി, കൊത്തു പൊറോട്ട, ഫ്രൈഡ് റൈസ്, ആ ഐറ്റംസാണ്. മീൽസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒരു നോർമൽ ആയിട്ടുള്ള റേറ്റാണ്. നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള റേറ്റാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി എന്തായാലും ഇവിടെ വരിക. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റ് കൂടിയാണ്.
ചൂടോടുള്ള ചായയും കടിയും നമുക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്ന പഴംപൊരിയും ചായയാണ്. കുഞ്ഞിന് നല്ല ഇഷ്ടമാണ്. നമുക്കത് കഴിക്കട്ടെ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മെനു കാർഡാണ്. ഇതിൽ ഫാമിലി ഓഫേഴ്സ് എന്ന് പറഞ്ഞ ഓഫറുണ്ട്. അതായത് നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ കുറഞ്ഞ പൈസയ്ക്കുള്ളിൽ തന്നെ എല്ലാം ഒന്ന് കവർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഓഫറാണ്. വളരെ ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി എന്താ മിയക്ക് വേണ്ടേ? ഏതാ വേണ്ടേ? ഇതാണോ വേണ്ടേ? അതാണോ വേണ്ടേ? റെസ്റ്റോറൻറ്റ് ആരംഭിച്ചത് ലോക്ക്ഡൗണിന് മുൻപാണ്. അപ്പോൾ അത് നമ്മുടെ ലോക്ക്ഡൗണോടുകൂടി ഇതിൻ്റെ പ്രവർത്തനം നിശ്ചലമായിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞ ശേഷം 1.5 മാസമായിട്ട് ഇത് സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഔട്ട്ഡോർ സിറ്റിംഗ് കൂടാതെ തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു AC സംവിധാനമുള്ള ഒരു ഡൈനിങ് കൂടുണ്ട്. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു വരുന്നതേ ഉള്ളൂ.
വീഡിയോയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ. എടുത്തു കൊടുക്കുന്നല്ല അന്നേരം താഴെ